ജയസുരേൻ സർ, ഒരു 14 ദിവസം ഇന്ത്യ മറ്റൊന്നിനോടും പ്രതികരിക്കാതെ കാര്യമായിരുന്ന് എല്ലാം നിരീക്ഷിച്ച് കൃത്യമായ പ്ലാനോടെ 15ാമത്തെ ദിവസം നടപ്പിലാക്കുകയായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ധു. ഈ ഒരു 14 ദിവസവും ഇന്ത്യ എന്തൊക്കെയോ തിരക്കുകളിലായിരുന്നു. മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര സർക്കാരും കരനാവിക വ്യോമസേന വിഭാഗത്തിന്റെ മേധാവികളും ഒക്കെ കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്തും രാജ്യത്തിനകത്ത് നിന്ന് പ്രതിപക്ഷ ശക്തികൾ ഉൾപ്പെടെ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. ശത്രു രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് നമ്മുടെ റാഫേൽ വിമാനങ്ങളെ ഉൾപ്പെടെ കളിയാക്കുന്നു. ഇത്തരം ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈ 14 ദിവസങ്ങളിലൂടെ ഇന്ത്യ എടുത്ത ചില മുന്നൊരുക്കങ്ങളുണ്ട്. അതാണ് ഇന്നും ലോക രാജ്യങ്ങളെ ഉൾപ്പെടെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം രാജ്യത്തിനകത്ത് നിന്ന് കോൺഗ്രസ്, നമുക്കറിയാം ലോക്സഭയിലെ കോൺഗ്രസിന്റെ രണ്ടാമൻ MP ഗൗരവ് ഗൊഗോയ്ക്ക് പാകിസ്ഥാനുമായി ഒരു ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും, 2 മക്കളാണെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് പറയുന്നു, ഭാര്യ വീട് പാകിസ്ഥാനാണെന്ന് പറയുന്നു, ഭാര്യ പാകിസ്ഥാൻകാരിയാണെന്ന് പറയുന്നു. ഇത്തരം സമ്മർദ്ദത്തിലാക്കാവുന്ന, ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാവുന്ന ചില കാര്യങ്ങൾ, ചില നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതേപോലെ UPCC അധ്യക്ഷൻ, ഉത്തർപ്രദേശിന്റെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറയുന്നു ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങളെ കുറിച്ച് പാകിസ്ഥാനിൽ ഒരു ഡിബേറ്റ് പോലും നടക്കുന്നു, ഇന്ത്യ ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷേ ഇതിനൊന്നും ഇന്ത്യ ചെവി കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ 14 ദിവസത്തെ ഇന്ത്യ നടത്തിയ ഒരു മുന്നൊരുക്കമുണ്ട്. അത് ഈ ലോക രാജ്യങ്ങൾ ഇന്നും അതൊരു മാതൃകയാക്കാൻ പോലും ആഗ്രഹിക്കുന്ന ഒരു മുന്നൊരുക്കങ്ങൾ. അങ്ങനെ നടപ്പിലാക്കിയതല്ലേ ഓപ്പറേഷൻ സിന്ധു? തീർച്ചയായിട്ടും അതെ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വളരെ തെറ്റുപറ്റാത്ത, പഴുതടച്ച ഒരു പ്രത്യാക്രമണം തന്നെയായിരുന്നു. ലോക സൈനിക ചരിത്രത്തിൽ ഇത് അടയാളപ്പെടുത്തപ്പെടും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. കാരണം ലോകത്തെ ഏറ്റവും വലിയ സായുധ ശക്തികൾ എന്നറിയപ്പെടുന്ന അമേരിക്ക, ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾക്ക് പോലും ചെയ്യാൻ ഇതിലേറെ സമയമെടുക്കുമായിരുന്നു പല കാര്യങ്ങളും. നമുക്കറിയാം, അമേരിക്കയുടെ ട്വിൻസ് ടവർ തകർത്തതിന് ശേഷം അതിന് തിരിച്ചടി കൊടുക്കാൻ ഈ പറഞ്ഞ 14 ദിവസമല്ല, 14 മാസമല്ല, വർഷങ്ങളെടുത്തു. വർഷങ്ങൾ. ഇത് നമ്മൾ കാണാതെ പോരുത്. അതായത് ബിൻ ലാദനെ പിടിക്കാൻ വർഷങ്ങളാണ് എടുത്തത്. നമ്മളിവിടെ 14 ദിവസം കൊണ്ട് തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കൻ മിലിറ്ററി ഇന്റലിജൻസിനേക്കാൾ എത്രമാത്രം വിജിലായിരുന്നു ഇന്ത്യയുടെ പ്രഹരശേഷി എത്ര കരുത്തുറ്റതാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണിത്. അതുപോലെ തന്നെ ഇസ്രയേൽ, അമേരിക്കയെക്കാൾ ശക്തമായിട്ടുള്ള മൊസാദ്, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, ഇതൊക്കെ ഇസ്രയേൽ കൈവശം വെക്കുമ്പോൾ ഇസ്രയേലിനെ ലോകം ആരാധനയോടെയാണ് കണ്ടത്. പക്ഷേ ഇസ്രയേലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇസ്രയേൽ പകച്ചുപോയി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര ഓർഗനൈസേഷൻ ഇസ്രയേൽ എന്ന് പറയുന്ന വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ, അതും പ്രതിരോധ ശേഷിയിലും രഹസ്യാന്വേഷണ സംവിധാനങ്ങളിലും ആയുധശക്തിയിലും പ്രത്യാക്രമണത്തിനുള്ള കരുത്തിലും ലോകത്തെ നമ്പർ 1 എന്ന് എല്ലാവരും അംഗീകരിച്ച ഇസ്രയേലിനെയാണ് ഹമാസ് ഞെട്ടിച്ചു കളഞ്ഞത്. ആ ഹമാസിന്റെ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇസ്രയേലിനും എത്രയോ നാളുകൾ എടുക്കേണ്ടി വന്നു. ഈ 2 ഉദാഹരണങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഭാരതത്തെ നിരീക്ഷിക്കുമ്പോൾ 14 ദിവസത്തെ നിശബ്ദത എന്ന് പറയുന്നത് കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയായിരുന്നു എന്ന് വ്യക്തം. മാത്രമല്ല, ഭാരതം പാകിസ്ഥാനെ അല്ല നേരിടുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഘടകം. പാകിസ്ഥാൻ ഒരു പ്രോക്സി നേഷനാണ്, അല്ലെങ്കിൽ ഇമ്മച്വർ നേഷനാണ് എന്ന് പറയാം. എന്താണ് പ്രോക്സി നേഷൻ? ഒരു പ്രോക്സി നേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് മറ്റൊരു വൻശക്തിയുടെ നിർദ്ദേശപ്രകാരം അവർക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെയാണ് പ്രോക്സി നേഷൻ എന്ന് വിളിക്കുക. ചൈന എന്ന് പറയുന്ന വൻശക്തിയുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും വിധേയമായി മാത്രം അന്താരാഷ്ട്ര തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഗതികേടിലാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇമ്മച്വർ നേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ഒരു ഇമ്മച്വർ നേഷൻ ആണ് എന്ന് ഞാൻ പറയും. ഇമ്മച്വർ ബേബി എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ. അതായത് ഒരു രാഷ്ട്രത്തിന്റെ ഘടന എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു രാഷ്ട്രത്തിനൊരു ഭരണകൂടം, അതാണ് നമ്പർ 1. പിന്നെ രണ്ടാമത്തേത് അവിടുത്തെ പട്ടാളമാണ്, നമ്പർ 2.
നമ്പർ 3 എന്ന് പറയുന്നത് അതിന്റെ ലെജിസ്ലേച്ചർ ആണ്. പക്ഷെ പാകിസ്ഥാനെ നോക്കൂ, പാകിസ്ഥാൻ ഈ ഘടനയില്ല. പാകിസ്ഥാന്റെ ഈ ഘടനയ്ക്ക് പകരം അവിടെയുള്ള എന്താണ്? പാകിസ്ഥാനിലെ ഏറ്റവും പരമാധികാരമുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിങ് എന്ന് പറയുന്നത് ഭീകര പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ ഭീകര പ്രസ്ഥാനങ്ങളുടെ കയ്യിലാണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഭീകര പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ കരുത്തും അതിനുശേഷം പാകിസ്ഥാന്റെ ആർമി രണ്ടാമത്തെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. മൂന്നാമത് നാമമാത്രമായി മുഖത്ത് എടുത്തണിയുന്ന ഒരു മുഖം മൂടിയാണ് അവിടുത്തെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യം, ഇപ്പൊ അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അങ്ങനെയല്ല. പാകിസ്ഥാന്റെ ഘടന എന്താണ്? പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്, പവർ ഹൗസ് എന്ന് പറയുന്നത്, പവർ സെന്റർ എന്ന് പറയുന്നത് അത് അവിടുത്തെ ഭീകര പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ ഭീകര പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്താണ്? അത് അവിടുത്തെ ആർമിയാണ്, പട്ടാളമാണ്. എന്നാൽ ഈ പട്ടാളത്തിന്റെയും ഈ പറയുന്ന തീവ്രവാദികളുടെയും മുഖത്തുള്ള ഒരു മുഖംമൂടി മാത്രമാണ് അവിടുത്തെ പൊളിറ്റിക്സ്, രാഷ്ട്രീയ നേതൃത്വം. ഇതാണ് പാകിസ്ഥാന്റെ വീക്ക്നെസ്. ഈ വീക്ക്നെസ് ഉണ്ടാവാൻ കാരണം എന്താ? പാകിസ്ഥാൻ ഉണ്ടാവാൻ കാരണം എന്താണെന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് അതും. പാകിസ്ഥാൻ ഉണ്ടാവാനുള്ള കാരണം എന്താ? അത് ഭൂപ്രകൃതി അല്ല, അത് ഭാഷയല്ല, അത് മറ്റെന്തെങ്കിലും ഒരു കാര്യമല്ല. ഒറ്റ ഒരു കാര്യമാണ് ഇസ്ലാം. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാളിന് ഇന്ത്യയിൽ ജീവിക്കാനാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്ര പരമാധികാര രാജ്യം വേണം, അതിന്റെ പേരാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന്റെ ഒരു ദിവസം മുൻപ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം സമ്പാദിച്ചത്. അപ്പോൾ ആ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്നും മത തീവ്രവാദികളുടെ കൈവശമാണ് ആ പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. ആ മത തീവ്രവാദികൾ അവരുടെ കൈവശം വെച്ചിരിക്കുന്നതാണ് പാകിസ്ഥാന്റെ ആർമി. ഇവർ രണ്ടുപേരുടെയും മുഖത്തടിച്ചിരിക്കുന്ന മുഖംമൂടി മാത്രമാണ് അവിടുത്തെ രാഷ്ട്രീയം. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണ് ചൈന എന്ന് പറയുന്ന സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ ഇവരെ ഒരു പ്രോക്സി നേഷനായി കയ്യിൽ കൊണ്ടു നടക്കുന്നത്. ഒരു പാവ ഗവൺമെന്റ്, ചൈനയുടെ പാവ ഗവൺമെന്റ് ആണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചൈനയാണ് ആക്രമിക്കുന്നത്. എന്നാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധമല്ല. ചൈന ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നില്ല, ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് ചൈനയോട് യുദ്ധം ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ഇത്. പക്ഷെ പാകിസ്ഥാന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ബിനാമി എന്ന് പറയല്ലോ. അപ്പൊ നമ്മൾ ബിനാമിയുടെ പേരിൽ കാറ് മേടിക്കുന്നു, ബിനാമി പേരിൽ സ്ഥലം മേടിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു ബിനാമി ഇടപാടാണ്. അപ്പൊ ഈ വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യ 14 ദിവസം ഒരുങ്ങുമ്പോൾ, ഇന്ത്യ ഒരുങ്ങുന്നത് പാകിസ്ഥാനിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ ചൈന വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ, നമ്മുടെ അരുണാചൽ പ്രദേശ് അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കിയേക്കാം. ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ സപ്പോർട്ടോടുകൂടി, ബംഗ്ലാദേശ് നേരത്തെ പറഞ്ഞതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം. സൈനികമായിട്ട് ഒരേ സമയം രണ്ടു വശത്തേക്ക് യുദ്ധം ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ബംഗ്ലാദേശ് എന്ന പേരിലും ചൈന കയറി അടിച്ചാൽ 3 പേരോട് യുദ്ധം ചെയ്യേണ്ടി വരാം. ഇതൊക്കെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യണം. ആ പ്രദേശങ്ങളിലൊക്കെ സൈന്യത്തെ വിന്യസിക്കണം. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ആസൂത്രണങ്ങളും നടത്തണം. ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തണം. ലോകത്ത് മറ്റൊരു രാജ്യവും ഈ പറയുന്ന നീക്കത്തെ സഹായിക്കാതിരിക്കാൻ വേണ്ടി, ഇന്ത്യയോടൊപ്പം നിൽക്കാൻ വേണ്ടി വസ്തുതകൾ ബ്രീഫ് ചെയ്യണം. 14 ദിവസം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവാണെന്ന് ഞാൻ പറയും. അമേരിക്കയെ ബോധ്യപ്പെടുത്തുക, റഷ്യയെ ബോധ്യപ്പെടുത്തുക, ഐക്യരാഷ്ട്രസഭയെ ബോധ്യപ്പെടുത്തുക, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ഈ വിഷയം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ ഉദ്ദേശം പാകിസ്ഥാനോടുള്ള യുദ്ധമല്ല, ഭീകരവാദികളോടുള്ള യുദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും നേരിടുന്നതായ ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് ലോകം നമ്മുടെ കൂടെ നിൽക്കണം. ഈ ഒരു മെസ്സേജ് ലോകരാജ്യങ്ങൾക്ക് കൊടുത്തു. നമ്മൾ ഓർക്കണം, ഇതിനു മുമ്പ് ഇന്ത്യയിൽ യുദ്ധമുണ്ടായ കാലത്തൊക്കെ റഷ്യ ഒരു വശത്ത്, അമേരിക്ക ഒരു വശത്ത്, ഇങ്ങനെ 2 വശത്തേക്ക്. ഒന്നുകിൽ റഷ്യ നമ്മുടെ കൂടെ, അല്ല അമേരിക്ക നമ്മുടെ കൂടെ. രണ്ടുപേരും കൂടെ നമ്മുടെ കൂടെ നിന്ന ലോക ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ. ലോക ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയും റഷ്യയും ജപ്പാനും ഒന്നിച്ച് ഇന്ത്യയെ പിന്തുണയ്ക്കുകയാണ്. അതും തുറന്ന പിന്തുണയാണ്. അപ്പൊ അങ്ങനെ വരുന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും കാര്യം മനസ്സിലാക്കി നമ്മളോടൊപ്പം നിൽക്കാൻ നിർബന്ധിതരാകും. ഇനി അവരുടെയൊക്കെ മനസ്സിലേക്ക് ബന്ധം ആയിക്കോട്ടെ, പക്ഷെ നിർബന്ധിതരാകും.
ഈ ഒരു സാഹചര്യം ഒരുക്കിയെടുക്കാൻ 14 ദിവസത്തിനുള്ളിൽ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അനിതര സാധാരണമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളെ അതിവിദഗ്ധമായിട്ട് കോർത്തിണക്കിക്കൊണ്ടാണ് ഭാരതം തിരിച്ചടിച്ചത് എന്ന് വ്യക്തം. ഞാൻ ഉറപ്പായിട്ടും പറയാം, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലെയും പട്ടാള ഭരണകൂടങ്ങളും ജനാധിപത്യ ഭരണകൂടങ്ങളും ഇന്ത്യയുടെ ഈ ഒരു അറ്റാക്കിനെ പാഠപുസ്തകമാക്കിയെടുക്കും. എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത്, ഇന്ത്യ തിരിച്ചടിച്ചതുപോലെ എന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കണ്ടു പഠിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ തിരിച്ചടി ലോക ഭീകരതയ്ക്കെതിരെ ഏറ്റവും ക്ലാസിക്കലായിട്ട് കൊടുത്ത സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂർ. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഇത്രയും വ്യക്തമായും കൃത്യതയോടെയും നടപ്പിലാക്കിയത് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ആശങ്ക അല്ലെങ്കിൽ സംശയം നിലനിൽക്കുന്നത്. അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ ഈ ഒരു അവസരത്തിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന ഒരു ആക്രമണം നടത്തിയാലോ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് കൂടെ ചൈനയ്ക്കും പാകിസ്ഥാനും ഒപ്പം ചേർന്ന് ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം നടത്തിയാലോ. പക്ഷെ അതിലൊന്നും ഇന്ത്യ ബോധേഡ് അല്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ കാലെ കൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ എല്ലാത്തിനും പൂർണ്ണ സജ്ജമാണ്. എന്തായാലും തൽക്കാലം ഒരു കടുപ്പിച്ചുള്ള ആക്രമണത്തിന് ഇങ്ങോട്ടൊരു പ്രകോപനം ഉണ്ടാവുന്നതുവരെ ഇന്ത്യ മുതിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.